വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെള്ള കളറിലുള്ള ക്യാബേജ് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായി ഞാനൊരു അര കപ്പ് ക്യാബേജ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവയൊന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പിന്നെ ഞാനിതിലേക്ക് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവയൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാബേജിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് ഇവ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ആവശ്യം. ഒന്ന് ക്യാബേജിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്കായി കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി ഇവയെല്ലാം തേങ്ങയെല്ലാം നന്നായി യോജിച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്യാബേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടിത് ഒരു വെള്ള ക്യാബേജ് എന്ന് പറയാൻ കാരണം. താങ്ക് യു.